നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച പ്രതിഷേധക്കാരെ മോചിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ എല്ലാ പ്രതിഷേധക്കാരെയും മോചിപ്പിക്കാൻ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. ഡിജിറ്റൽ തെളിവുകളെല്ലാം സംരക്ഷിക്കാനും നിർദ്ദേശിച്ചു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യമാണെന്നും സുപ്രീം കോടതി പറഞ്ഞു. MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി. പേരാമ്പ്ര BRCയിലെ അധ്യാപികയായ കൂടോത്ത് സ്വദേശിയായ വലിയ പറമ്പിൽ VP നീഷ്മ ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത അധ്യാപികമാരായ കീർത്തന, കാവ്യ എന്നിവരിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്നാണ് SIT സംഘം പ്രതിയെ പിടികൂടിയത്. നീഷ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഹരി വിൽപ്പന നടത്തിയ പണം എത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. പുതിയതായി ചുമതലയേറ്റ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതിനെ മുൻപ് ന്യായീകരിച്ച സംഭവം ചൂണ്ടിക്കാട്ടിയാണ് പ്രഹ്ലാദ് ജോഷി റേപ്പിസ്റ്റുകളെ സംരക്ഷിക്കുന്ന ആളാണെന്നും ഏറ്റവും നികൃഷ്ടനായ മനുഷ്യനാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിൽ ഡൽഹി പോലീസിന്റെ അപ്രതീക്ഷിത പരിശോധന. SFI ദേശീയ വൈസ് പ്രസിഡന്റ് ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് സംഘം AKG ഭവനിലെത്തിയത്. പോലീസ് സംഘം യൂണിഫോം ധരിക്കാതെയാണ് നടപടികൾക്ക് മുതിർന്നതെന്ന് ചൂണ്ടിക്കാട്ടി ജോൺ ബ്രിട്ടാസ് MP രംഗത്തെത്തിയതോടെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നു. പോലീസിന്റെ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി CPIM കേന്ദ്ര നേതൃത്വം രംഗത്തെത്തി. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചവർക്കെതിരെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളും അടിയന്തരമായി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി VD സതീശന് അദ്ദേഹം കത്തയച്ചു. സമാധാനപരമായി പ്രതിഷേധിച്ച സാംസ്കാരിക പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കുമെതിരെ ചുമത്തിയ വ്യാജ കേസുകൾ എടുത്തുകളയാൻ UDF സർക്കാർ തയ്യാറാകണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. തമിഴ് സൂപ്പർ താരം വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന ചിത്രമായ ജനനായകൻ ആഗോള ബോക്സ് ഓഫീസിൽ വൻ വിജയത്തിലേക്ക്. ചിത്രം ഇതുവരെ ആഗോളതലത്തിൽ 250 കോടി രൂപയുടെ ഗ്രോസ് കളക്ഷൻ നേടിയതായി റിപ്പോർട്ട്. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 14 കോടിയിലധികം രൂപ ഗ്രോസ് കളക്ഷനായി നേടിയിട്ടുണ്ട്. റിലീസ് ദിവസം മുതൽ എല്ലാ കേന്ദ്രങ്ങളിലും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ദക്ഷിണ ജപ്പാനിലെ ക്യുഷു ദ്വീപസമൂഹത്തെ ഭീതിയിലാഴ്ത്തി ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ പ്രകമ്പനത്തിന് പിന്നാലെ സമുദ്രതീരങ്ങളിൽ ജപ്പാൻ മെറ്റീരിയോളജിക്കൽ ഏജൻസി അടിയന്തര സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. കുമാമോട്ടോ പ്രവിശ്യയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. സമുദ്രോപരിതലത്തിൽ നിന്ന് കേവലം 10 കിലോമീറ്റർ മാത്രം ആഴത്തിലാണ് പ്രകമ്പനത്തിന്റെ ഉത്ഭവം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് വൈകിട്ട് തിരക്കുള്ള സമയങ്ങളിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുമെന്ന് KSEB മുന്നറിയിപ്പ്. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം ഉയരുന്നതിനാൽ പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ ഇന്ന് വൈകിട്ട് തിരക്കുള്ള സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്നാണ് KSEB പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വീഡിയോ ഫേസ്ബുക്കിൽ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനോട് മാപ്പ് പറഞ്ഞ മെറ്റ. സാങ്കേതിക തകരാർ മൂലമാണ് വീഡിയോ നീക്കം ചെയ്യപ്പെട്ടതെന്നാണ് മെറ്റയുടെ വിശദീകരണം. പിഴവ് സംഭവിച്ചതിനെ തുടർന്നാണ് ഉള്ളടക്കം നീക്കം ചെയ്തതെന്നും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്നും മെറ്റ വക്താവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. 65 വയസ്സായിരുന്നു. കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ദീർഘനാളായി അർബുദബാധിതനായിരുന്നു. ചെയർമാനായി രമേശൻ ചുമതലയേറ്റത് 1995-ലാണ്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.